ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി കിടിലൻ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം തന്നെ കഴിച്ചാൽ മതി, നമ്മളുടെ പള്ളൊക്കെ നിറഞ്ഞ് ഇഫ്താർ കളറാവാൻ ഇത് ഒരെണ്ണം തന്നെ മതിയാകും. അപ്പോൾ അതിന് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ്, അത് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ആ ഒരു കോമ്പിനേഷൻ ഇട്ട് കൊടുക്കാം. പിന്നെ പാപ്രിക്ക പൗഡർ, നല്ല ഫ്ലേവറാണ് ഇത് ആഡ് ചെയ്താൽ. അപ്പോൾ അത് 1 ടീസ്പൂണും, പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടല്ലോ അതും ആഡ് ചെയ്തിട്ട്, പിന്നെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നല്ല മാരിനേറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് എടുത്ത് വെക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഒരു പകുതി അരിഞ്ഞെടുത്തതാണ്, നല്ല നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അതുപോലെ കോണ്, അതുപോലെ സവാള ഉണ്ടല്ലോ, അത് ജസ്റ്റ് കുഞ്ഞുകുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമല്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കുക്കായി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, അലിഞ്ഞ് നല്ല മിക്സ് ആയിട്ട് വരും. അപ്പോൾ ഇത് മൂടി വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ദോശ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഫുൾ ഫാറ്റ് മിൽക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് മൈദപ്പൊടി, അത് കുറച്ച് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയ രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്, കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് മയോണൈസ്, സാധാരണ മയോണൈസ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അത് ഒരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് നേരിട്ടിട്ടല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒലിവ് ഓയിൽ, അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസിലാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നന്നായി ഇതെല്ലാം കൂടി ഒന്ന് ഇതൊക്കെ എഴുതിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സവോളയും ക്യാപ്സിക്കം കാണാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്കും മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ദോശ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നപ്പോൾ തന്നെ ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് 2 ഭാഗം നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇത് ആയതിനു ശേഷം ഉണ്ടല്ലോ ഇതിൽ പകുതി ആക്കിയിട്ട് ജസ്റ്റ് പകുതി ഇങ്ങനെ മടക്കാം, ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മയോണൈസിൻ്റെ നടുവിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ട, ജസ്റ്റ് ആ റൗണ്ട് ആക്കി സ്പ്രെഡ് ചെയ്താൽ മതി. അതുപോലെ കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലും കുറവൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ, നമ്മുടെ വയറെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത്രയും ഹെവിയാണ്. അതുപോലെ മസാല ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടി മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ കുറച്ച് സോസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് 2 ഭാഗം ഉണ്ടല്ലോ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്താൽ മതി. 2 ഭാഗം നല്ല ഫിറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 2 ഭാഗവും നല്ല ഫിറ്റായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നമുക്കൊരു 6-7 ദോശ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിവിടെ 6 ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ 6 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു യെല്ലോയിഷ് കളറാകുമ്പോൾ അല്ലാതെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ 2 ഭാഗവും നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, അടിപൊളി സംഭവമാണ്. ഇത് ഒരെണ്ണം തന്നെ മതി, അത്രക്കും ഹെവിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, മൊസറല്ല ചീസൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റമദാൻ കളറാവാൻ വേണ്ടി ഈ ഒരൊറ്റ സംഭവം തന്നെ മതിയാകും. പിന്നെ വേറെ ഒരു പൊരികടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.